അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലല്ലാഹ് ഖുദ് ബിഐദീനാ ഖല്ലത്ത് ഹീലത്തുനാ അദ്രിക്നാ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും ആദരണീയരായ സഹോദരി സഹോദരന്മാരെ, മാന്യ ശ്രോതാക്കൾ, അല്ലാഹു ജല്ല ജലാലുഹു നമ്മുടെ ശരീരത്തിന് ശക്തിയും ഓജസ്സും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തളർച്ചകളിൽ നിന്നും, ക്ഷീണങ്ങളിൽ നിന്നും, പ്രയാസങ്ങളിൽ നിന്നും പരിപൂർണമായ മോചനം അള്ളാഹു നമുക്ക് നൽകുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, ശാരീരികമായ ശക്തിയുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഏതൊരു കാര്യവും ചെയ്യാൻ മാനസികമായ ശക്തി ഉണ്ടാവുകയുള്ളൂ. മാനസികമായ ശക്തി പലപ്പോഴും ശരീരത്തിന് കൂടുതൽ ശക്തി നൽകും എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഏതായിരുന്നാലും ശരീരം കൂടുതൽ തളർച്ചയിലെത്തുമ്പോൾ അത് മാനസികമായി ശക്തി കുറയാൻ കൂടി കാരണമായിരിക്കും. അതുകൊണ്ട് തന്നെ ശാരീരികമായ ശക്തി നമുക്ക് നിലനിർത്താനും നഷ്ടപ്പെട്ട ആളുകൾക്ക് ആ ശക്തി വീണ്ടും പഴയ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകാനും ആവശ്യമായ ചില കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഉപകാരപ്രദമായി ഇതുപോലുള്ള അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നന്നായിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് ശക്തി ക്ഷയമുണ്ടായിരിക്കാം. ചില രോഗങ്ങളെ കൊണ്ട്, ഷുഗർ, പ്രഷർ പോലുള്ള രോഗങ്ങളെ കൊണ്ട് അങ്ങനെ ഉണ്ടാകാം. അതുപോലെ മറ്റ് പല കാരണങ്ങളെ കൊണ്ടും നമുക്ക് തളർച്ചയും ക്ഷീണവും അതുപോലെ തന്നെ ശക്തി ക്ഷയവും ഒക്കെ ഉണ്ടായിരിക്കാം. ഇതിന് പരിഹാരമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് അൽ അലിയു ദായിമുൽ ഗഫൂറുൽ ഖുദ്ദൂസുൽ ഫത്താഹുൽ ഹാദി എന്ന ദിക്ർ 12 പ്രാവശ്യം പ്ലേറ്റിൽ എഴുതി അനുയോജ്യമായ മരുന്നോ വെള്ളം കൊണ്ടോ അത് മായ്ക്കുക. ആ മായ്ച്ച വെള്ളത്തിൽ അല്ലെങ്കിൽ ആ മരുന്ന് യാ അലിയു യാ ദായിമു യാ ഗഫൂർ യാ ഖുദ്ദൂസ് യാ ഫത്താഹു യാ ഹാദി എന്ന് 116 പ്രാവശ്യം ഒരു അസ്മാഉൽ ഹുസ്നയും അതിൻ്റെ കൂടെ അത് മന്ത്രിച്ച് എന്നിട്ട് മായ്ച്ച് കുടിക്കുകയാണെങ്കിൽ അത് 3 ദിവസമോ 7 ദിവസമോ, നമുക്ക് കൂടുതൽ ദിവസം വേണമെങ്കിൽ അങ്ങനെയും നീട്ടി ഇങ്ങനെ കൊണ്ടുപോകാം. അതുകൊണ്ട് നമുക്ക് ശാരീരികമായ ശക്തി വീണ്ടെടുക്കാൻ കഴിയുമെന്ന് ഉറപ്പെടുത്തുന്നു. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ആരോഗ്യവും ശാരീരികമായ ബലവും ശക്തിയും ഒക്കെ നമുക്ക് മരണം വരെ നിലനിർത്തി തരുമാറാവട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആയുസ് മുഴുവനും അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ ചെലവഴിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും.